സർക്കാർ അനങ്ങിയതെപ്പോഴാണ്? പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുത്തു മുഖ്യമന്ത്രി. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല, ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് സംഘപരിവാരം ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ്. വഷളാക്കാതെ രമ്യമായി ഒരു പരിഹാരം ഉണ്ടാക്കും. മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ സമയങ്ങളിൽ ആരും തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന് കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ സമയം സർക്കാരോ പ്രതിപക്ഷമോ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒന്നും അവരോടൊപ്പം ആദ്യഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോരുത്തരായി ആ വേദികളിലേക്ക് എത്തിച്ചെല്ലുന്നു, തങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ അറിയിക്കുന്നു, പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തുന്നു, പ്രതിപക്ഷ നേതാവ് കുറ്റസമ്മതം നടത്തുന്നു, അതിലെ പ്രധാന കാരണങ്ങൾ അറിയിക്കുന്നു, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നു, മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നു. ഇങ്ങനെയായിരുന്നു മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ യാത്ര. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചില ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മറുപടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ? പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണമെന്നാണ് ഇവരാഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. മനസ്സിലായോ? അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവർ ശക്തരാകണം. ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ടു കൂട്ടർക്കും നിലനിൽപ്പില്ല. പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. അവർ തമ്മിൽ സന്ധിയും. അതായത് സർക്കാർ അനങ്ങിയതെപ്പോഴാണ്? പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുത്തു മുഖ്യമന്ത്രി, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല, ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് പോവാം. സംഘപരിവാരം ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ്. ഈ കമ്മീഷന്റെ അജണ്ട എന്താ? ടേംസ് ഓഫ് റെഫറൻസ് എന്താ? ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റെഫറൻസ് ആണോ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്? ഇത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിയമപരമായി കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് നേരത്തെ 2 സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി 2 ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത്. ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടായത് അങ്ങനെയാണ്. വീണ്ടും വന്നത് എന്തുകൊണ്ടാണ്? 2019 ഈ പ്രോപ്പർട്ടി അപ്പോഴാണ് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ ആലോചിച്ചോളാം. 2019 1950 വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത്. 50. അപ്പോൾ 69 വർഷത്തിന് ശേഷമാണ് ഇത് വഖഫ് രജിസ്റ്ററിൽ വന്നത്. ഈ വഖഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത്. മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പലരും ഇത് പഠിക്കുന്നില്ല. പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട. എന്താണെന്നറിയോ? നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ. ഇതൊരു രമ്യമായ പരിഹാരമാണ്, അല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല. നമ്മളെന്ന് വെച്ചാൽ കേരളത്തിന് പച്ചയ്ക്ക് തീപിടിപ്പിക്കുന്ന, മനസ്സിലല്ലേ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. നമ്മൾ അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വഷളാവും. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അത് നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അത്തരം അതിലൊന്നും മോശക്കാരനല്ല എന്നറിയാലോ. അത്തരം കാര്യങ്ങൾ ഞാൻ ഇതിലേക്കൊന്നും തർക്കങ്ങളിലേക്കും ഇതിലേക്ക് പോകാത്തത്. നമ്മൾ ഈ വിഷയം വഷളാക്കാതെ രമ്യമായി ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞതിന് ഓരോരുത്തർക്ക് മറുപടി കൊടുത്ത് ഇത് വഷളാക്കല്ല. നമുക്കറിയാം ഇത് എന്താ സംഭവം.